Hi students, we have already discussed about the elimination reaction on Google Meet, but here I am uploading the video about the elimination reaction for the future purpose and also by the request of the students. So we will discuss, just go through this elimination reaction. Okay. What is elimination reaction? Elimination reaction is the one in which the substrate molecule loses two atoms or groups from same carbon atom or from adjacent carbon atom under the influence of an attacking reagent. Elimination reaction എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക് റിയേജന്റ് ഏതെങ്കിലും അറ്റാക്കിംഗ് റിയേജന്റ് വേണം. ഡ്യൂ ടു ദാറ്റ് അറ്റാക്കിംഗ് റിയേജന്റിന്റെ പ്രസൻസിലാണ് എലിമിനേഷൻ റിയാക്ഷൻ നടക്കുന്നത്. എലിമിനേഷൻ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഒന്നുകിൽ ഒരു മോളിക്യൂൾ, ഒരു ഓർഗാനിക് മോളിക്യൂളിലെ തൊട്ടടുത്ത കാർബൺ ആറ്റത്തിലുള്ള ആറ്റംസ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ആ ഓർഗാനിക് മോളിക്യൂളിലെ സെയിം കാർബൺ ആറ്റത്തിന്റെ മുകളിലുള്ള ആറ്റംസ് റിമൂവ് ചെയ്യുക. അപ്പം സെയിം കാർബൺ ആറ്റത്തിന്റെ മുകളിലുള്ള ആറ്റംസ് റിമൂവ് ചെയ്യുന്നതിന് 1-1 എലിമിനേഷൻ ഓർ ആൽഫ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയും. അത് തൊട്ടടുത്തുള്ള കാർബൺ ആറ്റത്തിന്റെ മുകളിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ആറ്റംസിന് ടൈപ്പ് എലിമിനേഷന് 1-2 എലിമിനേഷൻ ഓർ ബീറ്റ എലിമിനേഷൻ എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള 2 ടൈപ്സ് ഓഫ് 1-2 എലിമിനേഷനെ കുറിച്ചാണ്. അതും 2 ടൈപ്സ്. One is the dehydrohalogenation of alkyl halide and other one is the dehydration of alcohols. First we are going to look on the dehydrogenation of alkyl halide. എന്താണ് dehydrogenation of alkyl halide എന്ന് പറഞ്ഞാൽ alkyl halideൽ ഒരു ഹൈഡ്രജനും ഒരു ഹാലജനും റിമൂവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പ്രോസസ് ഓഫ് dehydrogenation. അപ്പോൾ അതിന് കുറച്ച് ഉദാഹരണങ്ങൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത് സ്ട്രോങ് ബേസിന്റെ പ്രസൻസിലും ആവാം, അതേപോലെ തന്നെ ലെസ് ബേസിക് ഉള്ള സോൾവെന്റിന്റെ പ്രസൻസിലും ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. അപ്പം ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതിന് ആസ് ലൈക്ക് എ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ടെയും 2 ടൈപ്സ് ഓഫ് മെക്കാനിസം ഉണ്ട്. E1 മെക്കാനിസം ആൻഡ് ഓൾസോ E2 മെക്കാനിസം. അതെന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. വീക്ക് ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ എന്താ വാട്ടർ ഓർ ആൽക്കഹോളിന്റെ പ്രസൻസിൽ ഈ എലിമിനേഷൻ റിയാക്ഷൻ ഉണ്ട്. ഇനി വേറൊരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും എലിമിനേഷൻ റിയാക്ഷനും, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ എന്താ നടക്കുന്നത്? ആൽക്കൈൽ ഹാലൈഡ് തന്നെയാണ് ആൻഡ് ഓൾസോ അറ്റാക്കിംഗ് റിയേജന്റ് എന്ന് പറയുന്ന ഒരു ഹൈഡ്രോക്സിൽ അയോൺസ് ഓർ ബേസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുന്നത്. OH- മാറി BR. ഇവിടെ എന്താണ് നടക്കുന്നത്? എലിമിനേഷൻ ആണ്. അപ്പോൾ ഇങ്ങനെയൊരു റിയാജന്റ് ഇവിടെ തന്നു കഴിഞ്ഞു, ഒരു സബ്സ്ട്രേറ്റും റിയാജന്റ് അറ്റാക്കിംഗ് റിയാജന്റ് തന്നു കഴിഞ്ഞാൽ മേ ബി substitution reaction also will occur. So the product will be the combination of this substitution and also elimination products. So next we are going to look on the E2 reaction. E2 reaction means നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ പഠിച്ചതുപോലെ തന്നെ SN2 മെക്കാനിസത്തിനെ പോലെ ബൈമോളിക്കുലാർ ആണ്. ഇവിടെ 2 എന്നുള്ളത് ബൈമോളിക്കുലാറിനെ കാണിക്കാനാണ്. ബൈമോളിക്കുലാർ നമുക്കറിയാം ഇറ്റ് ഈസ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ദാറ്റ് മീൻസ് അതിന്റെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ബോത്ത് സബ്സ്ട്രേറ്റിന്റെയും ബേസിന്റെയും കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും. സോ റേറ്റിന് നമുക്ക് റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബേസ് എന്ന് നമുക്ക് എഴുതാം. അത് ജസ്റ്റ് ഉദാഹരണം വെച്ചിട്ട് ഇവിടെ പറഞ്ഞു. ഇനി എന്താണ് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് എടുത്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ അണ്ടർഗോ ഓൺലി E2 മെക്കാനിസം. അത് എന്തുകൊണ്ടാണ് E1 മെക്കാനിസം പറയുമ്പോൾ നമുക്കൊന്ന് പറയാം. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ജനറലി അണ്ടർഗോ ഓൺലി എലിമിനേഷൻ ബൈ E2 മെക്കാനിസം. ആൻഡ് ഓൾസോ എന്താണ് E2 മെക്കാനിസം നടക്കണമെങ്കിൽ സ്ട്രോങ് ബേസിന്റെ പ്രസൻസിലാണ് E2 മെക്കാനിസം നടക്കുക. അപ്പോൾ ഇനി റിയാക്ടിവിറ്റി എടുക്കുകയാണെങ്കിൽ റിലേറ്റീവ് റിയാക്ടിവിറ്റി ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് എടുക്കാൻ ടെർഷ്യറി വിൽ ബി മോർ ഫേവറബിൾ ഫോർ ആൽക്കൈൽ this E2 elimination reaction, then secondary, then primary. And alkyl halide in the priority നോക്കുകയാണെങ്കിൽ iodide will undergo more easily E2 reaction. ഇനി എന്താണ് E2 mechanism? That is also proposed by Hughes and Ingold. അത് എന്ന് പറഞ്ഞാൽ ആസ് ലൈക്ക് SN2 റിയാക്ഷൻ ഒരു 1 സ്റ്റെപ്പ് പ്രോസസ് ആണ്. പക്ഷെ ഈ 1 സ്റ്റെപ്പ് പ്രോസസ് എന്ന് പറഞ്ഞാൽ 3 പ്രോസസ്സിങ് സൈമൾട്ടേനിയസിലാണ് അത് നടക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബേസ്, അതായത് ഈ ആൽക്കൈൽ ഹാലൈഡിൽ ബേസ് എന്ത് ചെയ്യും? നമ്മൾ അറ്റാക്കിംഗ് റിയേജന്റ് ബേസ് ആണല്ലേ, ആ ബേസ് എന്ത് ചെയ്യും? അതിലുള്ള ഹൈഡ്രജനെ
ബീറ്റ കാർബൺ ആറ്റത്തിന്റെ മുകളിൽ ഏതാണ് ബീറ്റ കാർബൺ ആറ്റം എന്ന് പറയുന്നത് ഏതാണോ ആൽക്കിൽ ഹാലൈഡ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ദാറ്റ് ഈസ് നോൺ ആസ് ആൽഫ കാർബൺ അതിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ആറ്റം വിൽ നോൺ ആസ് ബീറ്റ കാർബൺ. അപ്പം ബീറ്റ കാർബണിലുള്ള ഹൈഡ്രജന ഈ ബേസ് അബ്സ്ട്രാക്ട് ചെയ്യുക. ആൻഡ് സെക്കൻഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രോൺ പെയർ ഈ CH ബോണ്ട് ഉണ്ടാവില്ല ഈ ബീറ്റ ഹൈഡ്രജൻ ആറ്റത്തിനും കാർബണും തമ്മിലുള്ള ബോണ്ടിലുള്ള ഇലക്ട്രോൺ പെയർ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും ഈ CC ബോണ്ടിൽ CC ബോണ്ട് കാർബൺ കാർബൺ ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ഒരു ഡബിൾ ബോണ്ട് ഫോർമേഷൻ നടക്കും. ഇനി തേർഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഈ ലീവിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡ് ഹാലൈഡ് ഗ്രൂപ്പ് ഡിറ്റാച്ച് ചെയ്ത് പോകുന്ന പ്രോസസ്. ഈ 3 പ്രോസസ്സും സൈമൾട്ടേനിയസ്ലി നടക്കുന്നത്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് നോക്കാം. ബേസ് അബ്സ്ട്രാക്ട് ചെയ്യുന്ന അവിടെ നിന്ന് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവുന്ന ഇവിടെ നിന്ന് എന്ത് സംഭവിക്കുന്നത് ഹാലൈഡ് ഗ്രൂപ്പ്സ് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോർമേഷൻ നടക്കുന്നു. അപ്പോൾ അത് എക്സാമ്പിൾ ഇത് ജനറലൈസ് ചെയ്തിട്ട് പറഞ്ഞതാണ്, ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞതാണ്. ഇനി ഈ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഒരു റൂളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. ദാറ്റ് ഈസ് സെയ്റ്റ്സഫ് റൂൾ ഓർ സെയ്റ്റ്സഫ് റൂൾ. എന്താണ് ഈ സെയ്റ്റ്സഫ് റൂൾ എന്ന് പറയുന്നത്? 1-to എലിമിനേഷൻ റിയാക്ഷനിൽ പ്രോഡക്റ്റ് ഫോർമേഷൻ ഡിഫറെൻറ്റ് ടൈപ്പ് പ്രോഡക്റ്റ് ഫോർമേഷൻ ഉണ്ടാകാം. പക്ഷെങ്കിൽ അതിലുള്ള പ്രൊഡോമിനൻറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയിരിക്കും. ഉണ്ടാവുന്ന ആൽക്കീൻ വിൽ ബി മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയിരിക്കും. എലിമിനേഷൻ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ദർ വിൽ ബി എ സാച്ചുറേഷൻ, മോസ്റ്റ് പ്രോബബ്ലി അൺസാച്ചുറേഷൻ ഉണ്ടാവും. ഒന്നുകിൽ ഡബിൾ ബോണ്ട് ആവുകയും മാറും അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പോൾ ഉണ്ടാവുന്ന ആൽക്കീൻ എന്ന് പറയുന്നത് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയിരിക്കും, മോർ ഫേവറബിൾ പ്രോഡക്റ്റ് ആണ്. ആ ഒരു ആൽക്കീൻ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക എന്നുള്ളത്. എന്താണ് ഈ ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഈ കാർബൺ ആറ്റം ഡബിൾ ബോണ്ടഡ് വരുന്ന കാർബൺ ആറ്റത്തിന്റെ മുകളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. എന്താണ് ഡീഹൈഡ്രോ ബ്രോമിനേഷൻ ഓഫ് 2-bromobutene ആൽക്കഹോളിക് KH യൂസ് ചെയ്തിട്ട് എലിമിനേഷൻ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ 2 types of product will get. One is 2-butene and one is 1-butene. But 2-butene is the major product, that is the disubstituted alkene. 1-butene is the monosubstituted alkene. So more substituted alkene will be formed as a major product. ഇനി അത് പറഞ്ഞു അതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഇത് 2-butene സബ്സ്റ്റിറ്റ്യൂട്ട്. ഇനി അതിന്റെ മെക്കാനിസം എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് ആദ്യം 2-bromobutene ആവുന്ന പ്രോസസ്സ് നോക്കാം. ബീറ്റ ഹൈഡ്രജൻ ആറ്റത്തിന് അബ്സ്ട്രാക്ട് ചെയ്യുന്ന ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇത് ലീവ് ചെയ്യുന്നു, ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇത് നമുക്ക് എന്ത് കിട്ടി 2-butene കിട്ടി. അതേപോലെ തന്നെ ഏത് എടുക്കുക 1-butene ഫോർമേഷൻ നടക്കുന്ന മെക്കാനിസം. അതിൽ ബീറ്റ ഹൈഡ്രജൻ ഇത് ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ടേക്ക് പോയി ഇങ്ങനെ 1-butene ഉണ്ടാവണമെങ്കിൽ ഈ CH3 കാർബൺ ഹൈഡ്രജൻ ആയിരിക്കണം അബ്സ്ട്രാക്ട് ചെയ്യുന്നത്. 2-butene ആണെങ്കിൽ ഈ CH2 ഹൈഡ്രജൻ ആണ് അബ്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ പ്രോസസ്സിങ് നടത്തുന്നത്? ഇപ്പൊ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ട്രാൻസിഷൻ സ്റ്റേറ്റിൽ ഒരു ഡബിൾ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. ആ ഡബിൾ ബോണ്ടിന് തൊട്ടടുത്തിച്ചുള്ള പിന്നെ എന്തുണ്ട് ബീറ്റ ഹൈഡ്രജൻ ഉണ്ടോ നോക്കാം. അപ്പം അവിടെ ഈ ഒരു കേസിൽ നമുക്ക് ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്ര ഉണ്ട് ബീറ്റ ഹൈഡ്രജൻ? 6 ബീറ്റ ഹൈഡ്രജൻ ഉണ്ട്. സോ നമുക്ക് എന്ത് പറയാം, ആ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിന് ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇഫക്റ്റ് വഴി അത് സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്ക്, നമ്മൾ 2 ബീറ്റ ഹൈഡ്രജൻ മാത്രമേ കാണുന്നുള്ളൂ. സോ ഓൺലി 2 types of ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ ഈസ് പോസിബിൾ. നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് മോർ നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ ഉണ്ടാവും, ദാറ്റ് വിൽ ബി മോർ സ്റ്റേബിൾ. നമുക്ക് എന്ത് പറയാം, ഈ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലൂടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് വിൽ ബി മോർ സ്റ്റേബിൾ എന്നുള്ള രീതിയിൽ പറയാം. സോ 2-butene ഈസ് ദ മേജർ പ്രോഡക്റ്റ്. ഇനി അതിന് ജസ്റ്റ് ഒരു റിയാക്ടിവിറ്റീൻ്റെ ഓർഡർ പറയും, സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഓർഡർ പറയും. കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, ഇറ്റ് വിൽ ബി മോർ സ്റ്റേബിൾ എന്ന് പറയും. ജസ്റ്റ് ഒരു സെറ്റ്സ് റൂൾ വെച്ചിട്ട് പറഞ്ഞ് ആ സെറ്റ്സ് റൂൾ വെച്ചിട്ട് 2, 3, 4, 5 ഉദാഹരണം പറഞ്ഞപ്പോൾ ഏതായിരിക്കും കൂടുതൽ ഇവിടെ ഏത് ജസ്റ്റ് നോക്കുക. ഇതിപ്പോൾ ഇവിടെയാണെങ്കിൽ ഡബിൾ ബോണ്ട് ഉണ്ടായിട്ട് ഈ ഒരു പ്രോഡക്റ്റ്, അപ്പോൾ എന്താണ് ഓൺലി 1 സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളൂ. എവിടെയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ അത്രേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എന്ത് പറയാം, ടേർഷ്യറിയിൽ നിന്ന് ഉണ്ടാവുന്ന വിൽ ബി മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഉണ്ടാവും. സെക്കൻഡറിയിൽ നിന്നാണെങ്കിൽ കുറച്ചും കൂടെ കുറവായിരിക്കും പ്രൈമറി. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നും കൂടെ പറയാം. സെറ്റ്സ് ഓഫ് റൂൾ പ്രകാരം ഈ പിന്നെ
പ്രോഡക്റ്റിൻ്റെ ആൽക്കീൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ ഈസ് എ ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനിങ് ദി റിയാക്ടിവിറ്റി ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. അതായത് ആൽക്കീൻ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഈ മോർ സബ്സ്റ്റിറ്റ്യൂട്ടർ ഉണ്ടാവും. നമ്മളിനി വേറൊരു ഉദാഹരണം എടുക്കുകയാണ്. 3 ടൈപ്പ് കോമ്പൗണ്ട് എടുക്കാം. ടെർഷ്യറി ബ്യൂട്ടൈൽ ബ്രോമൈഡ്, ഐസോപ്രോപ്പൈൽ ബ്രോമൈഡ് ആൻഡ് പ്രൊപ്പൈൽ ബ്രോമൈഡ് എടുക്കാൻ. അപ്പോൾ അതിൻ്റെ റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ടെർഷ്യറി ബ്യൂട്ടൈൽ, കാരണം അതിൻ്റെ ഉണ്ടാകുന്ന ആൽക്കീൻ എന്ന് പറയുന്നത് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ഈ 2 എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആൽക്കീൻ വിൽ ബി സെയിം ആയിരിക്കും. ഈ 2 കേസും എടുക്കാം. ഈ 2 കേസും എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആൽക്കീൻ വിൽ ബി എന്താണ്? സെയിം ആണ്. പക്ഷെങ്കിൽ എന്തുകൊണ്ട് പിന്നെ ഐസോപ്രോപ്പൈൽ ബ്രോമൈഡിൽ നിന്നുണ്ടാകുന്ന ആൽക്കീൻ ഈസ് മോർ സ്റ്റേബിൾ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ ഉണ്ടാവാൻ കാരണം? ആ ഉണ്ടാവുന്ന ഈ സെയിം ഫാക്ടർ നമ്മളെ ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇഫക്റ്റ് ആണ് ഇവിടെ വരുന്നത്. നേരത്തെ പറഞ്ഞ സെയിം ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇഫക്റ്റ്. ഓക്കെ, ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇഫക്റ്റ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമുക്ക് ഇവിടെ ഇവിടെ 2 ഡബിൾ ബോണ്ട് ഫോർമേഷൻ ഉണ്ടായി. അപ്പം എന്താണ് അത് എന്താ പറയുക, ട്രാൻസിഷൻ സ്റ്റേറ്റിൽ മോർ ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ ഈ ഐസോപ്രോപ്പൈൽ ബ്രോമൈഡിൻ്റെ കേസിലാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം. ഇനി നെക്സ്റ്റ് E1 റിയാക്ഷൻ. E1 റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആസ് ലൈക്ക് SN1 റിയാക്ഷൻ, ഇറ്റ് ഈസ് ഓൾസോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. സോ ദാറ്റ് വിൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. ദാറ്റ് മീൻസ് യൂണിമോളിക്കുലർ റിയാക്ഷൻ ആണ്. പിന്നെ എന്താണ് അതിൻ്റെ സ്റ്റെപ്പാണ് നമ്മൾ ഇത് ജസ്റ്റ് കാണാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ഈസ് അണ്ടർഗോ ഓൺലി E2 എലിമിനേഷൻ റിയാക്ഷൻ. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മെക്കാനിസത്തിലൂടെയാണ് പറയുന്നത്. മെക്കാനിസത്തിൽ E1 ഉണ്ടാകുന്നത് കാർബോകാറ്റയോൺ ഫോർമേഷനിലൂടെയാണ് ഉണ്ടാകുന്നത്. അപ്പം പ്രൈമറി ആൽക്കൈൽ ഹാലൈഡിൽ കാർബോകാറ്റയോൺ ഫോർമേഷൻ പ്രൈമറി ആയതുകൊണ്ട് ദാറ്റ് വിൽ ബി നോട്ട് മോർ സ്റ്റേബിൾ. അപ്പോൾ എന്ത് തന്നെയാണ് ദാറ്റ് വിൽ അണ്ടർഗോ E2 മെക്കാനിസം എന്നുള്ളത് പറയാം. ഇനി ലോ കോൺസെൻട്രേഷൻ ഓഫ് അതായത് വീക്ക് ബേസിൻ്റെ പ്രസൻസിലാണ് E1 മെക്കാനിസം നടക്കുന്നത്. അതിൻ്റെ മെക്കാനിസം ഓൾസോ പ്രപ്പോസ്ഡ് ബൈ ഹ്യൂസ് ആൻഡ് ഇൻഗോൾഡ് ആണ്. എന്താണ് പറയുന്നത്? ആദ്യം ഇവിടെ കാർബോകാറ്റയോൺ ഫോർമേഷൻ ഉണ്ട്. കാർബോകാറ്റയോൺ ഫോർമേഷൻ ഉണ്ടായാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബേസ് ഈ ബീറ്റ ഹൈഡ്രജൻ ആബ്സ്ട്രാക്ട് ചെയ്യും ആൻഡ് ഡബിൾ ബോണ്ട് ഫോർമേഷൻ ഇസ് ദ സ്റ്റെപ്പ്. ജസ്റ്റ് മനസ്സിലായി. ഇതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു. ഇനി ഓറിയൻറ്റേഷൻ and reactivity E1 reaction. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് കാർബോകാറ്റയോൺ ഫോർമേഷൻ നടക്കുമ്പോൾ ആ കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും മോർ സ്റ്റേബിൾ കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. ഇത്രയും കാര്യങ്ങൾ H2O പ്രസൻസിൽ ഇതാ ഇവിടെ നിന്നാണ് ഇങ്ങനെ ഒരു കാർബോകാറ്റയോൺ ഉണ്ട്. ഇവിടെയുള്ള H റിമൂവ് ചെയ്ത് ഡബിൾ ബോണ്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇവിടെയുള്ള H റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോർമേഷൻ നടക്കാം. പക്ഷെ എന്താണ് ഈ ഒരു ഫോർമേഷൻ ആയിരിക്കും മോർ സ്റ്റേബിൾ. 2 ബി മോർ സ്റ്റേബിൾ ബിക്കോസ് നമ്മൾ ആ റൂള് പ്രകാരം സ്റ്റേറ്റ്സ് ഓഫ് റൂള് പ്രകാരം ദാറ്റ് വിൽ ബി മോർ സ്റ്റേബിൾ. ഇനി വേറൊരു കാര്യം ആലോചിക്കാനുള്ളത്, ഇതേപോലെ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പിന്നെ ആൽക്കീനാണ് മോർ സ്റ്റേബിൾ എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഈ ഒരു കേസ് എടുക്കുക. 2-bromo-2,2 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ എടുക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന കാർബോകാറ്റയോൺ ഈസ് എ സെക്കൻഡറി കാർബോകാറ്റയോൺ. പക്ഷെ നമുക്ക് എന്താണ് ഇവിടെയുള്ള ഒരു മീഥൈൽ ഗ്രൂപ്പ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ടെർഷ്യറി കാർബോകാറ്റയോൺ കിട്ടും. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ നടക്കാം. അതായത് തൊട്ടടുത്തുള്ള മീഥൈൽ ഗ്രൂപ്പ് ഈ കാറ്റയോണിലേക്ക് നടന്നിട്ട് അങ്ങനെ റീഅറേഞ്ച്മെൻറ്റ് നടന്നതിന് ശേഷം എന്ത് സംഭവിക്കാം? എലിമിനേഷൻ നടക്കാമെന്നുള്ള കാര്യമാണ് അതിൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ പറഞ്ഞത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്
ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ്. എന്താണ് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ? ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു OH-ഉം ഒരു H-ഉം റിമൂവ് ചെയ്തിട്ട് വാട്ടറായിട്ട് പോകുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് എന്ത്? ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷനിലൂടെ നമുക്ക് ആൽക്കീൻ ഫോർമേഷൻ കിട്ടും. അത് ഡിഫറെൻറ്റ് ആസിഡിൻ്റെ പ്രസൻസിലാണ് അത് നടക്കുന്നത്. ആൽക്കഹോള് ഡീഹൈഡ്രേഷൻ നടക്കുന്ന ആസിഡ്സിൻ്റെ പ്രസൻസിലാണ്. അത് ജസ്റ്റ് കുറേ ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആസിഡും ടെമ്പറേച്ചറും വേണം. ഇനി പറയാൻ പറ്റുന്നത് അതിൻ്റെ റിയാക്ടിവിറ്റിയാണ്. പിന്നെ ടെർഷ്യറി വിൽ ബി